സിറ്റിയിലെ വൺ ആൻഡ് ഒള്ളി എയർ. ഇത് ഇതിനിപ്പോ എത്ര പറയണമെന്നറിയോ റേറ്റ്? എത്ര? 1500 കോടി. 1500 കോടിയോ? ആ ഇതാരാ? ഹലോ, ആ പറയും മോനെ. പേരെന്താ? അല്ല പറയണ്ണ. പേരെന്താ? എന്റെ പേര് ശാന്താമണി. എന്റെ ചെക്കനാ ഇത്, എന്റെ ചെക്കൻ. ഹലോ. മുച്ചറി, ആ. എനിക്ക് ഇതുവരെ ഒരു പെണ്ണിനോടും പ്രേമം തോന്നിയിട്ടില്ല. എന്നോട് മാത്രം. വാസണ്ണൻ എടാ, തൂറി കവർ കെട്ടിട്ടേ അങ്ങ് എറിഞ്ഞ് മുഖത്ത് അടിച്ച് പിടിപ്പിക്കാനാണ് എനിക്ക് തോന്നിയത് അത് കേട്ടപ്പോ. കുട്ടിയുടെ പൈസ അടിക്കുന്ന ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞു. അത് ഞാൻ കടമായി തരരുത്, എന്റെ പൈസ അല്ല, നമ്മുടെ പൈസയാണ് വാസണ്ണ. താങ്ക് യു സോ മച്ച്. പൈസ ഇട്ടിട്ടില്ല. ഒന്ന് 5 പൈസ ഇട്ടിട്ടില്ല, 5 പൈസ ഇട്ടിട്ടില്ലേ? ബെറ്റടിച്ച് എല്ലാരും വരണേ, സിറ്റി മൊത്തം വരണേ. എന്റെ അടുത്ത് പൈസ ചോദിക്കാ, എന്റെ 5 പൈസ ഇല്ലേ? സിറ്റി മൊത്തം പറഞ്ഞു ചേട്ടാ, എല്ലാരും വരണ പൈസ ചോദിച്ചു എന്റെ അടുത്ത്. അത് സിറ്റിയുടെ പൈസ അല്ല, വെളിയില് മറ്റടുത്ത് വിടണേ. ജൂടെ എവിടെ? ഇങ്ങോട്ട് വന്നേടാ, ഒരു കാര്യം സംസാരിക്കണം. ജൂടെ ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം, നിങ്ങളോട് മാത്രം. വാ വാ. ജൂടെ കുറെ പ്രശ്നങ്ങൾക്കിടയിലായതുകൊണ്ടാണ് നിന്നെ ഇടയ്ക്ക് കാണുമ്പോൾ ഒന്നും സംസാരിക്കാനൊന്നും പറ്റാത്തത്. പിന്നെ നമ്മള് കുറച്ച് ദിവസമായിട്ട് ഈ വാറിന് മാത്രമാണ് നമ്മൾ അങ്ങോട്ടും കൂടെ കാണുന്നത്, മനസ്സിലായോ? അപ്പൊ അങ്ങനെ കാര്യങ്ങളൊന്നും നിന്റെ തിരക്ക് ഓക്കെ അല്ലേ? ഇവിടെ കംഫർട്ടബിൾ അല്ലേ? എല്ലാം കംഫർട്ടബിളാ. കുറച്ച് നമുക്ക് ഇവിടെ നിങ്ങളുടെ പറഞ്ഞില്ലായിരുന്നു ആരും അല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. എന്ന് വെച്ചാ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മള് ഗ്യാങ് ഹൗസ് ഇതൊക്കെ പെട്ടെന്ന് വരണമെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് അടയ്ക്കണം കേട്ടാ. ഒരു പർട്ടിക്കുലർ അത് എത്രന്നില്ല, നമുക്ക് എത്ര വേണമെങ്കിലും അടയ്ക്കാം. അപ്പൊ എത്ര പൈസ കൊടുക്കുന്നു അതിനനുസരിച്ച് പെട്ടെന്ന് വരും. അപ്പൊ ഈ സിറ്റിയിലെ ആദ്യത്തെ ഗ്യാങ് ഹൗസ് ടിവിയുടെ ആണെന്ന് പറയണെങ്കിൽ നമുക്ക് അഭിമാനമാണല്ലോ. നമ്മുടെ തന്നെ മന്നം. അതെ അതെ, നമ്മുടെ ആദ്യം വരണം. അപ്പൊ ഞാനിങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ നിന്റെ എന്തേലും ഉണ്ടോ പൈസ? ഒരു 6 കോടി ഞാനിപ്പോ കോച്ചിന് കൊടുത്തായിരുന്നു. ബാക്കി ഒരു 10 കോടി ഉള്ളു. 10 കോടി ഉള്ളു? അത്രേ ഉള്ളൂ. 6 കോടി ഞാൻ കോച്ചിന് കൊടുത്തപ്പോ 11 കോടി ഉണ്ടായിരുന്നു. റൗണ്ട് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കായിരുന്നു. 11 കോടി ഉണ്ടോ? 11 ഉണ്ടാവും. 1 കോടി എന്നാ ഒരു 11 കോടി എന്റെ നിന്റെ നമ്പർ, എന്റെ പുതിയ നമ്പർ എന്തേലും ഉണ്ടല്ലോ. എന്തേലും ഉണ്ട്. നീ എന്ത് നമ്പർ മേടിക്കാതെ? ഞാൻ പുതിയ 3333 ഇത് ഷെയർ ചെയ്യട്ടെ. നിന്റെ നമ്പർ എനിക്ക് ഷെയർ ചെയ്തേ. അതിന്റെ ഫോൺ അവിടെ എന്റെ കയ്യിൽ കണ്ടു. എന്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. വന്നില്ല, എനിക്കും വരുന്നില്ല. ബാഗിലൊക്കെ എനിക്കും വന്നില്ല. എനിക്ക് ആരെയും കാണിക്കില്ല. നിനക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി? 3333 നിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. എന്റെ മറ്റേ നമ്പർ ഞാൻ എടുത്തില്ല. വലിയ നമ്പറാ. വലിയ നമ്പർ പറഞ്ഞോ? നോക്കാം. ഇത് റീചാർജ് ചെയ്താലേ കാണിക്കുള്ളൂ. ഇല്ല, സിറ്റിയിലില്ല. അങ്ങനെ പറയണേ. അതാണ് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. മോളിലൊരു ചാർജിന്റെ മോഡിൽ താഴെ ഒരു സാധനം ഉണ്ട്, ലൈറ്റ് പോലത്തെ. അതിനിങ്ങനെ നിക്കണം. നിൽക്കുമ്പോൾ ലെഫ്റ്റ് ഫ്ലൈറ്റ് മോഡ് പോലത്തെ ഒരു സാധനം. അത് ഓണാണ്. ഗാലറിയുടെ മേളിലൊരു ബെര പോലത്തെ ഒരു സാധനം കണ്ടാ? ഗാലറിയുടെ മേളിലൊരു വര കണ്ടാ? അത് നോക്ക്. എയർപ്ലെയിൻ മോഡ് ഓണാണ്. അല്ലല്ല, നിക്കിട്ട് നോക്കോ. ഞെക്കിട്ട് വീണ്ടും തിരിച്ചു ഞെക്കി. അപ്പൊ എന്ത് വന്ന്? ഇപ്പൊ എന്ത് വന്ന്? മറ്റേ അനിമേഷൻ ബാർ വന്നാ? എന്ത് അനിമേഷൻ ബാർ? എന്തോ പറയല്ലോ അതിന്റെ മറ്റേ മുകളിൽ ഐഫോൺ അറിയോ? ഐഫോണില് ആരെ കണ്ട ഫേസ് ഐഡി മ്യൂട്ട്. സാവേജിന് ഷെയർ ചെയ്യാൻ വന്ന നമ്പർ. നിന്റെ നമ്പർ. നീ എന്താ സാവേജ് എന്ന് പേരിട്ടേക്കുന്നത് മുച്ചറി?
പറ്റിക്കുമ്പോ തട്ടിപ്പിന്. സേവ് കള്ളനൊക്കെ കള്ളനൊക്കെ ജനിച്ചു അതല്ല ഇതല്ല ഇതെങ്ങനെ അനക്ക് നമ്പർ തന്നെ ഇപ്പോ നമ്പർ തന്നു നിനക്ക്. വെയിറ്റ് ആക്കാൻ മോളില് ബ്രൈറ്റ്നെസ് എല്ലാം കുറയ്ക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാ ആ ഉണ്ട്. മോളിൽ അതില് ഫ്ലൈറ്റ് മോഡ് ഓൺ ആണോ? അല്ല അല്ലേ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി ഓഫ് ചെയ്തിട്ട് ഓണാക്കി. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇല്ല എനിക്ക് സാബയെന്ന് മാത്രം കാണിക്കുന്നുണ്ട്. അവന്റെ കൊടുക്കല്ലേ? ഇല്ല കൊടുക്കില്ല കള്ളൻ കൈ തന്നാ മതി. 699. വാ അതെ. ബാങ്കിൽ പോ. തൊട്ടടുത്തല്ലേ ബാങ്ക്. ബാങ്കിൽ പോണതാ വാ വാ വാ. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഞാൻ വരാം. വാ വാ വാ. ഇതിലെ കൂടെ എല്ലാം കള്ളന്മാരാട്ടാ. റീസ്റ്റാർട്ട് ആക്കണമെന്ന് തോന്നുന്നു. അപ്ഡേറ്റ് ആക്കണം. അപ്ഡേറ്റോ? എടാ നാളെ തന്നെ വരൂല്ലേ ഗ്യാങ്സ്? ഓ പിന്നെ ഉടനെ വരും. യുവർ ഫോൺ ഈസ് ഓൾറെഡി ചാർജിങ്. നമ്മള് പേഷ്യന്റെ കാര്യം ഡബിൾ ആക്കി തരേ. ഡബിൾ ആക്കി തരേ. 2000 കോടി റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ്. ഇൻ ദ വേൾഡ് അണ്ടി പോടാ കള്ള. ഇത് എന്താടാ ഇത്? ഇവന്മാർ ഇതുവരെ പേടി മാറിയില്ലേ? ഹലോ സുഹൃത്തെ. ഹലോ, ബോണ്ട് മേടിക്കാൻ വന്നതാണേ. കളക്ടിങ് ബോണ്ട് എങ്ങാനും കിട്ടിയാലോ? കാന്താരുടെ ഷൂട്ടിംഗ് ആണ് ഇവിടെ. എന്താ ഇത്? അറുന്നൂറ്റി 699. നീ മാറിക്കാ. ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആള് ബോണ്ട് ഇപ്പൊ എടുക്കത്തുള്ളൂ. നേരെ വാങ്ങിച്ചു. അകത്തോട്ട് പോയിട്ടുണ്ട്. പോയി കിട്ടും. അയ്യോ, അകത്തോട്ടൊക്കെ ഒരു കൂട്ടം പോണല്ലോ. ഇതിലെ പൈസ മേടിക്കാൻ പോണവരാണോ? എല്ലാം പൈസ എല്ലാരോടും ഈ പദ്ധതി പറയാം. തരാൻ പറ്റുന്ന കൂടുതൽ വില ആണല്ലോ. ടാർഗറ്റ് ആണോ? അല്ല, 19 കിലോ 100 കിലോ ഉണ്ട്. അൺഎബിൾ ടു ഗീവ് എന്ന് കാണിക്കും. താഴെ ഇട്. നീ അയച്ചോ? നോക്ക്. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore. ഓക്കെ. ഞാൻ ഇനി എന്ത് പറയാനാണ്? നാരദ ഇതൊക്കെ ഉണ്ട് കുറച്ച്. സവാരല്ലേ യൂണിറ്റ് 10, 100,000, lakh, 10 lakh, crore. പവർ ബാങ്ക് കൂട്ടിട്ട് ചാർജ് വലിച്ചെടുക്കുന്നതാ. പവർ ബാങ്ക് ചാർജ് ഞാൻ പറഞ്ഞ ആളെ അകത്ത്. ജിഗ്രു എന്തിനാ? ചമ്മലം ആളുടെ കുറെ പൈസ ഉണ്ട്. ജിഗ്രേ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ബാങ്കൊക്കെ നോക്കി. ജുഗുറു ഒന്ന് വന്നടാ മേലോട്ട്, ബാങ്കിലോട്ട് വന്ന്. സെറ്റിങ്സ് ഫോണിന് എന്തോ അപ്ഡേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. പ്ലീസ് അപ്ഡേറ്റ് യുവർ ഫോൺ കോണ്ടാക്ട് യുവർ സെർവർ. എടാ അറിയാലോ നമ്മുടെ ഗ്യാങ്സ് ഇതുവരെ വന്നില്ല. ഗ്യാങ്സ് പെട്ടെന്ന് വരാൻ വേണ്ടിട്ട് എല്ലാ ഗ്യാങ് ലീഡേഴ്സിനോട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുക. അപ്പൊ നമുക്കൊരു എമൗണ്ട് കൊടുക്കണം. എന്തെങ്കിലും ഉണ്ടോ കയ്യില്? എന്റെ 1 കോടി ഉള്ളു.
കുഴപ്പമില്ല. ഗ്യാങ്ങിന്റെ കാര്യമായിട്ട് ചോദിക്കുന്നു. റെസ്പോൺസിബിൾ ഇല്ല. ഞാനൊരു വണ്ടി മേടിച്ചാണ്, അതുകൊണ്ടാ ഇപ്പൊ 100 കോടി. പൈസ തരാനാണോ? ഇവൻ സർപ്രൈസ് തരാൻ കേട്ടാ. എന്തോ കേട്ടില്ല. ഞാനൊരു ഇവിടെ ഒരു സിനിമ എടുക്കാല്ലോ, വാസവണ്ണനെ ഞാൻ നായകനായിട്ട് കാണുന്നു. സിനിമയിലൊന്നും അഭിനയിക്കാനുള്ളൊരു മൂഡില്ല ഇപ്പം. കാര്യം അങ്ങോട്ട് എടാ ഒന്ന് സംസാരിച്ചിട്ട് വരാം, ഒരു മിനിറ്റ്. എടാ ഛർദിക്കുന്നു അവന്റെ വായില്. അവൻ കിഡ്നി വരെ ഛർദിച്ചു കളഞ്ഞാൻ. വാ, 2 ഡോസ് പറഞ്ഞു. ഡോസ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാം. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേറ്റ്സ് കുറച്ച് ക്ലാഷാണ്. നമ്മളൊരു കുറച്ച് എമൗണ്ട് അഡ്വാൻസ് തരേണ്ടി വരും. ഒരു 100 CR ഒരു 50 CR. ഞാൻ നോർമലി ചെയ്യുന്നത് ഇപ്പം 200 CR-നാണ്. അത്ര 300 CR-നാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരു 100 CR അഡ്വാൻസ് വേണ്ടി വരും. ഞാൻ കഥ പറയാൻ വരുമ്പോ എന്താ പറയാ, പ്രൊഡ്യൂസറിനെയും കൊണ്ടുവരണം. കഥ പറയാൻ ഇപ്പൊ ഞാൻ കഥ കേൾക്കാൻ ഇപ്പൊ ഞാൻ റെഡിയാണ്. ഞാൻ കഥ എന്തോ കേട്ടില്ല. കഥ റെഡിയല്ലേ? കഥ ഒന്ന് സ്ട്രക്ചറായി വരുന്നേ ഉള്ളൂ. ബേസ് ഉണ്ട്, പക്ഷെ അതാ എനിക്ക് 2 ഓസി പറയാനുണ്ട്. 2 ഓസി പറഞ്ഞോ. കാരണം ശബ്ദം കേൾക്കുന്നില്ല. വിട്ടു പോണ്. ഓ, റിയൽ ലൈഫിൽ ഞാനൊരു പാട്ട് ഇറക്കിയിട്ടുണ്ട്, അന്നൊന്ന് റിയാക്ട് ചെയ്യണം. ഉറപ്പായിട്ടും. എന്താ പാട്ടിന്റെ പേര്? പേസും എന്നാണ്, യൂട്യൂബിൽ ഉണ്ട്. എന്താ കേട്ടില്ല. കൺകൾ പേസും എന്നാണ്, യൂട്യൂബിലുണ്ട്. സ്വന്തമായിട്ട് എഴുതിയതാണോ? പാട്ടിയെ സ്വന്തമായിട്ട് ചെയ്താ മൊത്തം. കൺകൾ പേസും. എന്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ, ഫ്രണ്ടും ചെയ്തിട്ടുണ്ട്. കൺകൾ പേസും അടിച്ചാൽ കേൾക്കാൻ പറ്റുമോ? കൺകൾ പേസും. കൺകൾ പേസും. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഈ ബാങ്കിന്റെ വെളിയിലോട്ടൊന്ന് ഇറങ്ങട്ടെ. ഇവന്മാര് കിടന്ന് കലച്ചുകൊണ്ടിരിക്കണം. വന്നേ. ഇവരുടെ കൗണ്ടറിലെത്തി. ഇതിന്റെ വെളിയിൽ എങ്ങനെ ഇറങ്ങും? പോലീസ് പിടിക്കുന്നു. ഇതിന്റെ ഉള്ളിലോട്ടും വരാൻ പറ്റില്ല. ഇത് നമ്മളെങ്ങനെ ഇവിടെ എത്തി? ആ ചെറുക്ക് പാട്ട് പാടിയവനെ കൊണ്ടുപോയ പോലീസ്. ഇവരെന്താ വയറിളക്കോ? അതാണ് പോകുന്നതാണ്. വേഗം പിടിച്ചു. എന്താ ഇവിടെ പൈസ കുറച്ച്. ഹലോ ബ്രോ. ഹലോ പറഞ്ഞോ. പേരെന്താ? ഒന്നിങ്ങോട്ട് വന്നേ. കണ്ടിട്ട് കുറച്ച് കാലായല്ലോ. സുഖല്ലേ? എന്ത് പരിപാടി? എന്താ ചുമ്മാ പൈസ മാറ്റാൻ വന്നതാണ്. എത്ര മാറ്റി? 13 കോടിയോ? ഇവിടെ ഒരു സ്കീമുണ്ട്. ഇങ്ങോട്ട് വന്നേ. സ്കീമോ? ഓ, എന്ത് സ്കീമാണോ? സ്കീമാണോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാ. എടാ ഒരു മിനിറ്റ്. എടാ ഇപ്പൊ വരാം. എടാ ഒറ്റ ഒന്ന് നീ ഇത് കണ്ടാ? ഒരു മിനിറ്റ്. സിറ്റിയിലെ 1 and only എയർ. ഇതിനിപ്പോ എത്ര പറയണമെന്നറിയോ റേറ്റ്? എത്ര? 1500 കോടി. 1500 കോടിയോ? ആ, ഇത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഒറ്റ പീസേ ഉള്ളൂ സിറ്റിയില്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ,
ഇതിന്റെ ബുള്ളറ്റ് ബ്ലാക്കിൽ മേടിക്കേണ്ടി വരും. ബുള്ളറ്റിന് ഏകദേശം ഒരു 200 കോടിയാവും. ഇത്ര കോസ്റ്റ്ലി ആണോ സംഭവം? അല്ലല്ല, ഇതിപ്പോ ആരുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ ബുള്ളറ്റ് മേടിക്കണം. ബുള്ളറ്റ് നമുക്ക് മേടിക്കണം. ബുള്ളറ്റ് മേടിക്കുക. എൻ്റെ ഇപ്പം 190 കോടിയായി. 10 കോടി ഉണ്ടെങ്കിൽ 200 കോടിയായി. ഇന്ന് പോയി ബുള്ളറ്റ് മേടിക്കും. നാളെ ഇത് ഞാൻ വിൽക്കാൻ പോയി ഗണ്ണ്. മനസ്സിലായ? 1500 കോടി. എത്ര കിട്ടും? 1500 കോടി. അപ്പം എനിക്ക് എത്ര? 10 തരുന്നെങ്കിൽ 20 തിരിച്ചു തരും. ഞാൻ 13 ശരി. അപ്പൊ 10 തരാം. അന്നാ 10 എങ്ങനെ ട്രാൻസ്ഫർ എങ്ങനെ? കയ്യിലാണോ പൈസ, ബാങ്കിലാണോ പൈസ? ബാങ്കിലാണ്. ഞാൻ നമ്പർ തരാം. വെയിറ്റ് ചെയ്യ ഒരു മിനിറ്റ്. ഫോണില്ല. ഫോൺ ഇന്ന് തന്നെ വാങ്ങിക്കണം. എന്നാ അകത്ത് കയറിയിട്ട് വിഡ്രോ ചെയ്യേ. ഇത് ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റില്ലേ? ക്യാഷ് ആയിട്ട് കയ്യിൽ എടുത്തിട്ട് പറഞ്ഞുതരും. പുള്ളി പറഞ്ഞുതരും. ഒന്നും വേണ്ടാടാ. എന്താ അതാ പറഞ്ഞേ? 13 തന്നാ 26, 10 തന്നാ 20. നമ്മൾ അറിയാവുന്നവരല്ലേ. 25 തരാം. 25 തിരിച്ചു തരാം. ഓക്കെ. എടാ ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് എടുത്തോട്ടെ. യൂട്യൂബ് ഉൻ കൺകൾ പേസും. എടാ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോടാ. എടാ അത് ഏത് ചാനലിലാണ് ഇട്ടേക്കുന്നേ? ഹലോ 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 കേക്കാവോ? ഹലോ. എടാ ഇവൻ ആ ലൈവ് കാണാൻ പോയടാ ഇവൻ. എടാ ഏത് ചാനലിലാണ് ഇട്ടേക്കുന്നേ? ലൈവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാനലാണ്. ലൈവ് പ്രൊഡക്ഷൻ. എനിക്കത് കാണിക്കുന്നില്ല. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ഇത് പാട്ടിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. UN KN GAL ഓക്കെ PESSUN. ഓക്കെ. ഉൻ കൺകൾ പേസും. ലൈവ് പ്രൊഡക്ഷൻ. എനിക്ക് അങ്ങനെ ഒരു സാധനം കിട്ടി. ഗൈസ് ഒരു സെക്കൻഡ്, ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചർ ആക്കി തരാം. ഡിസ്പ്ലേ ക്യാപ്ചർ ആണല്ലോ. അബു അൽസന് എന്റെ പൊന്നു.
ജോണിയോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഈ 19 സബും 72 വ്യൂസും. എടാ എന്ത് ഫിലിമിലൊക്കെ കേൾക്കണ ക്വാളിറ്റി ഇല്ലടാ. നമ്മൾ ഒരു ഫിലിം സോങ് ഒക്കെ കേൾക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ല. അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇവിടെ ഇതിനകത്ത് കിട്ടിയില്ലേ? എന്റെ അമ്മോ, അവൻ എന്ത് ചെയ്യടാ അവൻ? ഹലോ വാസു, കോച്ച് ഒരു മിനിറ്റ്. മറ്റേ പയ്യൻ എന്ത് ചെയ്യേ? ഞാൻ ഇവിടെ ഈ പയ്യൻ റെഡിയായി. അല്ലല്ല, ഒരു മിനിറ്റ്. അവൻ എന്ത് ചെയ്യേ? ഹലോ, ഇതാണോ പയ്യൻ? ഹലോ ഹലോ മച്ചാനാണ് ഇപ്പൊ എന്റെ അടുത്ത് പാട്ട് കേൾക്കാൻ പറഞ്ഞ മച്ചാൻ. ഓക്കെ, അവൻ എന്ത് ചെയ്യടാ അവൻ? ഗൈസ് എല്ലാരും ഒന്ന് കത്തിപ്പോയെന്ന് തോന്നിട്ട് അവന് കത്തിപ്പോയെന്ന്. ഗൈസ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് അവനെ. ഗൈസ് എന്ത് കിടിലമായിട്ട് ചെയ്യണോ ഗൈസ് അവൻ, എന്റെ പൊന്നു. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം. ഈ പാട്ട് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാം ഗൈസ്, ഈ പാട്ട് ഉറപ്പായിട്ട്. ഞാൻ അവൻ്റെ ലിങ്ക് ഇട്ട് തരട്ടെ, നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുമോ? ഞാൻ ഒന്നുകൂടെ സെർച്ച് ചെയ്യാം ഗൈസ്. ഇല്ല, നമുക്ക് ഒന്നും കൂടെ ഇതാക്കാം. ഞാൻ ഒരു ലിങ്ക് ഇട്ട് തരട്ടെ ഗൈസ്. ഡു സപ്പോർട്ട് ഗൈസ്. എൻ്റെ അമ്മ, ഞാൻ ഒന്നത് കേട്ടോണ്ട് തരാവേ. അമ്മോ ഗൈസ്, ഇതാണ് ലിങ്ക്. പിന്നെ വെക്കാവേ. എന്ത് രസം അതിന്റെ സ്റ്റാർട്ട് കേൾക്കാൻ. എന്റെ പൊന്നോ എല്ലാരും ഒരു കമന്റ് ഇട്ട് അവന്റെ ആ ഒരു എന്താ പറയാ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം അവനെ. അപ്പൊ ഒരിതും ഇല്ലാതെ പയ്യൻ ഈ സാധനമാണ് ഇറക്കിയെങ്കിൽ അവനൊരു മോട്ടിവേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ അവൻ പടച്ചിടാൻ പോണേ. എന്തോരോ ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ നാട്ടില്, ഒരു റെക്കഗ്നൈസേഷനും കിട്ടാത്തവര്. ഈ പാട്ടൊക്കെ എത്ര ആൾക്കാരുടെ അടുത്ത് ഇവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് അറിയാവോ? ലാസ്റ്റ് ഗതി കെട്ടിട്ടായിരിക്കും അവന്മാർ ഇറക്കി വിടണം. ഇതൊക്കെ മനസ്സിലായ? കാരണം ഞാനിപ്പോൾ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം. സത്യം പറയാം, ഞാൻ ഇപ്പൊ ഞങ്ങൾ ഷോസും ഓൺ പ്രൊഡക്ഷനും എല്ലാം ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ മറ്റേ പയ്യൻ എന്ത് ഘോഷ്, ഞാൻ അല്ല അർജന്റ് കാര്യത്തിന് പോവാണെന്ന് പറഞ്ഞായിരുന്നു ഞാൻ. ഞാൻ ഇവന്റെ അടുത്ത് മേടിച്ചോട്ടെ ഒന്ന്. കൃഷ്ണനാണോട്ടോ, ഒന്ന് ട്രാൻസ്ഫർ ചെയ്യോ? വാ നിറച്ച് കള്ളന്മാരുണ്ട് ഇവിടെ. നെക്സ്റ്റ് കൺസേർട്ടിന് വിളി. എടാ എന്റെ കയ്യിലോട്ട് തന്നാ മതി. 699 1K സബ്. പിന്നല്ല, ലെറ്റ്സ് ഗോ ഗൈസ്. ഒരുപാട് നമ്മൾ 16,000 പേര് നിങ്ങളിവിടെ ഉണ്ട്. പോയി സബ് ചെയ്യ് ഗൈസ്. അവന് ചാനൽ നെയിം ലൈവ് പ്രൊഡക്ഷൻ എന്നാണ്. ഉൻ കൺകൾ വീഴുന്നു എന്തോ അല്ല, എന്താണ് ഒരു സെക്കൻഡ് ഗൈസ്. ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ഉൻ കൺകൾ, UNKANGAL പേസും ഫീറ്റ് അബു ആൻഡ് സിനൻ. ലൈവ് പ്രൊഡക്ഷൻ എന്നാണ് ചാനലിന്റെ പേര്. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ പോകും. 699. എടാ ഒന്ന് മാറിക്കേടാ. ഇവനൊന്ന് വാ, ഇങ്ങോട്ട് വാ. എല്ലാരും ഇവിടെ നോട്ട് പിൻഡോ പിൻ ചെയ്തിട്ടുണ്ടോ? വളരെ നന്ദിയുണ്ട്. പിൻഡല്ലേ, പിൻഡ് ബൈ ഈഗിൾ ഗെയിമിംഗ് ആണല്ലോ. റീഫ്രഷ്. ഹലോ, കിട്ടിയാ? 699 നോക്കില്ല. പൈസ പോയോ? 100,000 10,000 lakh 10 lakh crore 10 crore വന്നു.
ഓ സെറ്റ് സെറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ എപ്പ ഡീല് എപ്പ കംപ്ലീറ്റ്? 2 ദിവസത്തിനുള്ളിൽ 20 അല്ല 25 തരാം. 25. അത് നമ്പർ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും, ഞാൻ വിളിക്കാം. 3333. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ ഓക്കെ. അതിന് കോഡ് പോവില്ല മോനെ, നേരത്തെ നോക്കിയതാ. അത് എന്റെ ഫോൺ അപ്ഡേറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാ. അപ്ഡേറ്റ് ആയാൽ ശരിയാവും. ഇത് യാരെന്ന് എനിക്ക് അറിയാമോ? ഇതാരാ? ഹലോ, ആ പറയും മോനെ. പേരെന്താ? അല്ല പറയന്ന. പേരെന്താ? എന്റെ പേര് ശാന്താമണി. എന്തൊക്കെ മാറിയാലും ആ ഇത് മാറൂലല്ലോ. രാത്രിയാകുമ്പോ ഇങ്ങനെ ചില കുൽസിതകളൊക്കെ ഉണ്ട്. പുതിയ കോടി എപ്പടി വന്നതെന്ന് ഇപ്പൊ தெரியும். ഇതാണ് നമ്മുടെ കോടി എങ്ങനെ ഉണ്ടാക്കിയത്? ക്യാരക്ടർ ഇതാ മോനെ. വോയിസ് ചേഞ്ച് ഇടണല്ലേ? നീയാടാ ഫേക്ക്. Guys, ഇന്ന് നമ്മള് മോനെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആർപിക്കകത്ത് ഒരു 200 കോടി കളക്ട് ചെയ്തു. റിയൽ ലൈഫിൽ ഒരു 2 ലക്ഷം രൂപ മറ്റേ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? ബ്രോ. അയ്യോ എടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്റെ അമ്മു, എന്റെ എന്റെ മച്ചനെ, നീ ഇത് എത്ര നാളെടുത്ത് ചെയ്ത സാധനമാണ്? അയ്യോ 3 മാസമല്ല, അതിന് കൂടുതലുണ്ടാവും. ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ട്. ബ്രോ കിടിലം, പറയാതിരിക്കാൻ വയ്യ. ഹാറ്റ്സ് ഓഫ്. ഞാൻ ഈ ഇടയ്ക്ക് കുറെ ആൾക്കാരുടെ ഓൺ ഇത് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇടയ്ക്ക് കേട്ടതില് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. സീരിയസ്ലി ഈ ഒരു എക്സ്പോഷർ അല്ല, ഞാൻ എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു തരാടാ. ഒരു രക്ഷയില്ല, കിടിലം. ഞാൻ ഒരു സിനിമയിലൊക്കെ പാട്ട് കേൾക്കുന്ന ഫീലാണ് എനിക്ക് അത് കേട്ടപ്പോ തോന്നിയത്. ആ ലെവലിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി. സ്പോട്ടിഫൈലുണ്ടോ? സ്പോട്ടിഫൈയിൽ ഞാൻ ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഓക്കേടാ, ഓക്കെ. സ്പോട്ടിഫൈയിൽ വരുമ്പോ പറ. ഇൻസ്റ്റയിലും കൂടി ഒന്ന് പരിഗണിച്ചിന്. എനിക്കൊന്ന് ഇൻസ്റ്റയിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കോ? ഓ ഇപ്പൊ മെസ്സേജ് അയക്കണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിക്കോണിനെ അറിയത്തില്ല എന്റെ മോഡറേറ്റർ? ഇല്ല ബ്രോ, ഞാൻ നിക്കോൺ മാർസ് അടിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമില്. നിക്കോൺ മാർസ്. അവന് ബ്രോയുടെ നമ്പർ ഒന്ന് കൊടുത്തരാം, ഞാൻ വിളിക്കാം. നമ്പർ ഞാന് ലൈക്ക് എനിക്ക് 16 വയസ്സേ ഉള്ളൂ. 16ാമത്തെ വയസ്സിലാണോ നീ ഈ പാട്ടിറക്കിയത്? പിന്നെ എന്റെ കസിൻ ബ്രദറും എല്ലാരും ഉണ്ടായിരുന്നു. എന്ത് പറയാനോടാ? ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യും. ഇപ്പൊ എനിക്ക് എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. എടാ ഞാൻ ഇപ്പൊ സെർച്ച് നിന്റെ ഐഡി പറ. ഓക്കെ, ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞാ പോരെ? പറ. ഓക്കെ. SINANAN ഡോട്ട് സിനൻ ഡോട്ട് ഇരട്ടി RATTY. അതെ, അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഒരു അക്കൗണ്ട് കാണിക്കുന്നില്ലടാ. PARAVATTY. സോറി, PARAVATTY. ഓ, സിനൻ പറവട്ടി. അതെന്താ അതിന്റെ കുടുംബ പേരാണോ? അതെ, കുടുംബ പേരാ. ഓടാ, ഞാൻ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റിൽ കിടപ്പുണ്ടായിരിക്കും, നീ അക്സെപ്റ്റ് ചെയ്തേ. പ്രൈവറ്റ് അക്കൗണ്ട് അല്ലേ? ഓക്കെടാ, ഞാൻ മെസ്സേജ്. എടാ കിടിലം കേട്ടോ, ഒന്നും പറയല്ല. ഹാറ്റ്സ് ഓഫ് മോനെ, കിടിലം. ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, നീ യൂട്യൂബ് കേറിയിട്ട് ഉൻ കൺകൾ പേസ് ഒന്ന് അടിച്ചു നോക്ക്. ഓക്കെടാ, പോയിട്ട് നിന്റെ നമ്പർ ഇങ്ങതാ. ഹലോ, നിന്റെ നമ്പർ ഇങ്ങതാ. ഹലോ, നമ്പറൊന്നും ഇല്ല ചേട്ടോ. ഫോൺ എടുത്തില്ലേ? ഇല്ല. ഫോണുണ്ട്. ഞാൻ ഇവിടത്തെ കേസ് പറഞ്ഞ. അയ്യോ, ഇതെപ്പോ തുടങ്ങിയ പണി?
യൂണിറ്റ് 10 100 കിട്ടിയാ? 1000 നമ്പർ കിട്ടിയാ? 10,000 അയ്യോ, ഇവിടെ അല്ലല്ലോ. കിട്ടി 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 ഹലോ, യൂണിറ്റ് 10 അണ്ണാ. 100 കിട്ടി, 1000 കിട്ടി, 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 കിട്ടി. 10,000 ഈ എണ്ണം lakh, കേക്കാവോ? 10 lakh, crore. ഹലോ, എടാ പറടാ. നമ്മള് മിനിങ്ങാന്ന് മറ്റേ സമരത്തിന്റെ കേസ് സംസാരിച്ചില്ല. എന്താണ് ഇത്? നടപടിയാവോ? എടാ നിങ്ങൾക്ക് ഇവിടെ അകത്ത് ഇവന്മാരുടെ അലക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? പിന്നെ കേക്കാല്ലോ, അതിങ്ങനെ ഇരുന്ന് ചിരിക്കുന്നു. ആ എന്നാ വാ. ഓ, എന്തൊരു സ്വാഗതാ നിനക്ക്. വാവ്, കിടിലം. കിടിലം. എന്റെ ചെക്കനാ ഇത്, എന്റെ ചെക്കൻ. അണ്ണാ, നമ്മള് മറ്റേ അയ്യേ അയ്യേ എന്തെടാ നിനക്ക്? ഇതോ ബാക്കി കൂടെ പോണ്. എന്താടാ സമരത്തിന്റെ മറ്റേ സമരത്തിന്റെ മിനിങ്ങാൻ നമ്മള് പറഞ്ഞില്ലേ മറ്റേ സമരം. സമരത്തിന്റെ കാര്യം ഇതുവരെ ഒന്നും ആയില്ല. എല്ലാം ഒന്ന് നമ്മളെ പറയട്ടെ, നമുക്ക് കുറച്ചും കൂടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വന്ന് എക്കണോമി ആയതിനു ശേഷം സമരം നടത്താം. അല്ലെങ്കിൽ ഇപ്പൊ നടത്തിയിട്ട് കാര്യമില്ല. സത്യം കൊറേ എന്തൊക്കെ വരാണ്ടെന്ന് പറഞ്ഞായിരുന്നു. വരുന്നതിന് ശേഷം നമുക്ക് സമരം നടത്താം. അതാണ് നല്ല. പൈസ കുറച്ച്, അന്നത്തെ പ്രശ്നക്കാരിൽ പൈസ കുറച്ച്, അതുകൊണ്ടാ കുറച്ചാ പൈസ. 3 ലക്ഷം ആക്കി, 5 ലക്ഷത്തിന് 3 ലക്ഷം ആക്കി. ചെറിയ സംസാരമായി അപ്പൊ തന്നെ. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ കോൾ വിളിച്ചിട്ട് വരാവേ. പിന്നെ ഒരു കാര്യം, ആശാന്റെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാ? ആശാൻ പോയെന്ന് തോന്നുന്നു. ആശാൻ പോയി. പോയാ? പോയി. കുറച്ച് ഡീൽ ഉണ്ടായിരുന്നു. ഈ താര ഇവനല്ലേ മറ്റേ താര? ഈ താരയല്ലേ എന്നെ വിളിക്കാൻ പറഞ്ഞ സിറ്റിയിൽ 2. ഹലോ ഹലോ ഹലോ, ഹസനാണോ? താര പറ. എവിടാ? ഞാൻ ഇവിടെ ബാങ്കിൽ കുറച്ച് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ട് ബാങ്കിൽ വരെ വന്നായിരുന്നു. അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നേ. അയ്യോ, ഞാൻ ചോദിച്ചാൽ എനിക്ക് വിളിച്ചിട്ട് നേരത്തെ കിട്ടിയില്ല. ഓക്കെ 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 ഓക്കെ. എന്താ പരിപാടി താര? അത് ഇനിയിപ്പൊ ഇന്ന് നടക്കുമെന്ന് അറിയില്ല. അണ്ണ മുതുക്കിലോട്ട് വരുമ്പോ പറയോ? ഞാൻ ഇപ്പൊ മുതുകിലോട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിപ്പോ വരാം. ഓക്കെ. വണ്ടി എല്ലാരും വണ്ടി വണ്ടിയുടെ മുതുക്ക് വരെ പോണം. ബോയ്സ് മുതുക്ക് വരെ പോണം. ഒന്ന് വരുമോ? വണ്ടി മേടിച്ചിട്ട് പോയി. വണ്ടി ഇന്ന് മേടിക്കത്തില്ല. മാസമായിട്ട് നാളെ പോയി. മാസമായിട്ട് എനിക്ക് പോയി മേടിക്കണം. ഇല്ല വണ്ടി ഇന്ന് മേടിക്കരുത്. വണ്ടി ഇന്ന് മേടിക്കരുത്. ചന്ദ്രൻ വേണം എനിക്ക് വണ്ടി മേടിക്കുമ്പോ. വണ്ടി മേടിക്കുമ്പോ ചന്ദ്രൻ വേണം. ചന്ദ്രൻ ഇല്ലാതെ വണ്ടി മേടിക്കത്തില്ല. കുറച്ച് പേരുടെ സ്കാം ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അണ്ണൻ ഓടിച്ചോ, അണ്ണൻ ഓടിച്ചോ. എന്നെ കയറി ലിമിറ്റഡ് ആണോ വണ്ടി? ലിമിറ്റഡ് സ്റ്റോക്ക് ആണോ? നിനക്ക് ചേരോടാ ലീലമണി, നിനക്ക് ചേരും ലീലമണി. ലീലമണി നിനക്ക് ചേരും. എനിക്കല്ല. നിങ്ങൾ എന്നെ പോലെ വേണം കുറച്ച് സാഗില് അൽഫ മിൽക്ക് ഇങ്ങനെയാണ് നടക്കുന്നത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വണ്ടി ലിമിറ്റഡ് ആണോ സിറ്റിയില്? ഏത് വണ്ടി? ഈ കുറച്ച് 130 കോടിക്ക് എന്തോ ആരോ ഇവിടെ, എനിക്കല്ല വേറെ ആരോ ചോദിച്ചു ഇവിടെ എന്റെ അടുത്ത്. ഞാനപ്പോ ബബ്ബ അടിച്ചോണ്ടിരിക്കുവായിരുന്നു. ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത്, പക്ഷെ നാട്ടുകാരെ മൊത്തം പക്ഷെ എല്ലാവരുടെയും ഉണ്ടാവണ്ട. ഇതൊക്കെ പറ്റിയിട്ടല്ലേ? എല്ലാ കള്ളന്മാരാണ്. എല്ലാ കള്ളന്മാരല്ലേ ഇവിടെ. പിന്നല്ലാതെ 150 കോടി എടുക്കാന്ന് പറഞ്ഞ അമ്മരുന്ന് മറ്റന്നാ തരൂല്ലേ കള്ളൻ? മച്ചാനെ സോറി കേട്ടോ. സോറി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും പാവങ്ങളാണല്ലേ? നീ എന്തോ പറയാനല്ലേ പോയി? നീ എന്തോ കുണ്ണത്തിനെ പറയാൻ പോയ? ഞാൻ ഒന്നും പറയില്ല. എല്ലാവർക്കും ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. മുതുക്കി പോണ വഴി അതിലൂടെ പോയാ മതി. 5 കൊല്ലം ഇത് അതായത് തിരിഞ്ഞാ പോണേ. അതിലൂടെ പോയാ മതി. ഇതുവഴി നേരെ പോയ ഓഷ്യൻ ഹൈവേ അല്ലേ? നീക്ക് ഇത്ര നാളായിട്ട് പഠിച്ചില്ലേ? അതിലൂടെ താഴെ ഇറങ്ങാൻ പറ്റുമോ? നീ ഇത്ര നാളൊന്നും പഠിച്ചില്ലടാ മുച്ചിരി. ഈ ബാക്ക് നോക്ക, ഇതിലൂടെ വരാൻ പറ്റൂതാ. കണ്ടാ അല്ല ഇത് ഈ വഴി അറിഞ്ഞൂടാ നിനക്ക്? അതിലൂടെ ലോങ് പെട്രോൾ എന്ത്
ജൂഡ് കോൾ മീ വെൻ യു ആർ ഫ്രീ. ആരാ ഇട്ടേക്കുന്നത്? മിയ ലൂക്ക. അണ്ണാ അത് ജൂഡിന്റെ വാവച്ചിയാണ്. ഐസ്. എന്താല്ലേ അതിലൊന്നും ഞാൻ കിട്ടുമല്ലോ വാവച്ചിടുന്നത്. 1 മണിക്കൂറായി ഇതിനോട് വിളിക്കാൻ പറയുന്നു. അതിലൊന്നും ഞാൻ ഒന്നും പറയല ചൂടാ. ചൂടാ അതൊക്കെ നടക്കണം ചൂടാ. എന്താണ് ഇതൊക്കെ? അന്നെ വിട്. ഒരാഴ്ചക്കുള്ളിൽ ബ്രേക്കപ്പ് ആണ് ഇവരൊക്കെ. ആൽഫ മീൽസിന്റെ വില കളയാനായിട്ട്. ഇത് ഏ മൊട്ടത്തലയാ ഇരിക്ക നീന്. ഇത്ര നേരം വാവച്ചി എന്ന് പറഞ്ഞ ഭൂമി എന്ന് പറഞ്ഞ് നടന്നവനാണ് ഈ ആശി. എന്നിട്ടാണ് ഈ കഴിച്ച് എന്തൊക്കെയാ ഹലോ, ഞാൻ മുതുക്കിലുണ്ട്. ഞാൻ ഇപ്പൊ എത്തോ കേട്ടോ. ഞാൻ വന്നോണ്ടിരിക്കാം. ഓൺ ദി വേ. ഓക്കെ, എന്നാൽ എത്ര മിനിറ്റ് എടുക്കുമായിരിക്കും? ചിലപ്പോ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടത്തില്ല. ഒരു 5 മിനിറ്റ് എത്തും. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓക്കെ. വിളിച്ചേ? എടാ ഒരാൾ കാണാൻ വരുന്നു പറഞ്ഞേ. யாரு காண வருது? മറ്റേ താര. അത് ജൂഡിന്റെ ഒന്നും പറയാത്തപ്പോൾ എനിക്ക് തോന്നി. இங்கே முதுக்கு வரும்போதே எனக்கு தோணி யாரோ பார்க்க வர போறேன்ட்டு. ഇങ്ങനൊന്നും ആവലണ്ട. നമുക്കൊക്കെ എന്തിനാണ് പെണ്ണ്? നമുക്കതൊക്കെ ബാധ്യതയാണ്. എന്റെ ഒലിപ്പീരൊക്കെ ഡെയിലി ഞാൻ കാണുന്നുണ്ട് കേട്ടാ. கிட்டி நண்பா. സിഗ്മയാണ് നമ്മൾ. സത്യം നീ മിണ്ടണ്ട. എടാ അല്ലല്ല, നീ സിഗ്മയെന്ന് പറയല്ലേടാ മോനെ. എടാ നീ നിനക്കൊരു പെണ്ണോട് സംസാരിക്കാൻ അറിയത്തില്ല. നീ ആരടുത്ത് ചെന്നാലും അണ്ണാ അതൊത്തിരി പറച്ചില്. മുച്ചിരി വേസ്റ്ററിനെ പ്രപ്പോസ് ഒക്കെ ചെയ്ത്. എപ്പോ അത് ആക്ടിങ്ങിന് വേണ്ട. നിനക്ക് എന്താ ആക്ടിങ് ആയിരുന്നല്ലേ? അവള് ചാടുമ്പോ കൂടെ എസ്റ്ററിനെ അവളെ താഴോട്ട് വീണപ്പോ എടുത്ത് ചാടുന്നു, മഴയത്ത് നിക്കുന്നു, കൊട പിടിച്ചു കൊടുക്കുന്നു. അത് ഫിലിമാ മോനെ. അതായത് ചിന്തിച്ചാ നിനക്ക് ബോധമില്ല. അത് ഫിലിമാണ്. എസ്റ്ററിന്റെ മുത്തേന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വരും. ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം മുച്ചിറി. എനിക്ക് ഇതുവരെ ഒരു പെണ്ണിനോടും പ്രേമം തോന്നിയിട്ടില്ല. എന്നോട് മാത്രം. അയ്യോ തൂറി കവർ കെട്ടിട്ടേ അങ്ങ് എറിഞ്ഞ് മുഖത്ത് അടിച്ച് പിടിപ്പിക്കാനാണ് എനിക്ക് തോന്നിയത്. അത് കേട്ടപ്പോ ലോകത്തെല്ലാം ഞാനിതൊക്കെ അണ്ണനെ കണ്ടാണ് പഠിച്ചത്. ഇതൊക്കെ അണ്ണനെ കണ്ട പഠിച്ചത്. അങ്ങനെയാണ് അണ്ണനെ തുപ്പണം. ഞാന് ഒരു പെണ്ണിനോട് ഈ സിറ്റിയിൽ വന്നതിന് ശേഷം TV റീബിൽഡിന് ശേഷം ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ടില്ല. മനസ്സിലായ? അയ്യോ കൂടെ നടക്കാറുള്ള ജൂഡിന്റെ പെണ്ണ്. ஜோடு உடனே இறங்கிட்ட. കുട്ടി എന്റെ പേരോ മിയാ ഖലീഫ. മിയ ഖലീഫയ? മിയ ലൂക്ക. മിയ ലൂക്കയാ? പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടാ? ആ, എവിടെ വെച്ച്? ഇരുന്നേക്കാൻ പറ്റില്ലല്ലോ. ഷോപ്പിൽ വെച്ചു. അങ്ങനെ ആണല്ലേ? സുഖമാണോ മിയക്ക്? സുഖ. മസ്താനി? ഓ എനിക്ക് സുഖാണ്. കുട്ടി ഇവിടെ ഇല്ലായിരുന്നോ കുറച്ചാള്? പണ്ടത്തെ കാലം ലുക്കായില്ലോ വാസണേ. പണ്ടേ ലുക്കാണല്ലോ വാസണെന്ന് പറഞ്ഞു. അതായത് നമ്മളെ ഡ്രസ് മാറ്റി തന്നെയാണ്. ഇത് മസ്താനി മാറിയല്ലേ? ഓ നമ്മള് ഇവിടെ സുനാമി വന്നിട്ട് വന്നപ്പോഴത്തേന് എന്റെ പഴയ ഡ്രസ്സൊക്കെ പോയി. ഞാൻ പുല്ലിലായി. അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഒരു അല്ല, ഞാൻ മസ്താനിയാണോന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് മസ്താനി എന്റെ അടുത്ത് സ്ട്രീമിങ്ങിനെ പറ്റി ചോദിച്ചായിരുന്നു. നമ്മൾ കളിക്കുന്ന ഗെയിം. 1 മിനിറ്റ് താരതാ വരുന്നേ. നമ്മൾ കളിക്കുന്ന ഗെയിമിനെ സ്ട്രീമിങ്ങിനെ പറ്റിയൊക്കെ മസ്താനി ചോദിച്ചായിരുന്നു. സീരിയസ് ആയിട്ട് ചോദിച്ചായിരുന്നു. ഞാൻ അതാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് യഥാർത്ഥത്തിൽ അത് വന്നെന്ന്. വാ ഇങ്ങോട്ട് വാ. എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ താര. ഞാനിവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സിറ്റി വൈപ്പായിട്ട് തിരിച്ച് സുനാമി വന്നതിന് ശേഷം തിരിച്ചു വന്നപ്പോഴേ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഗ്യാങ് എന്നുള്ള രീതിയിൽ ഫൈനാൻഷ്യൽ ഡീലിംഗ് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടെല്ലാം റെഡിയായോ? ഓ റെഡിയായി എല്ലാം. ഞാൻ അതിന്റെ കുറച്ച് ആവശ്യമുണ്ടോ? പൈസക്ക് അങ്ങനെ ആവശ്യം എനിക്കായിട്ടില്ല.
ചോദിക്കും അസണ്ണ, മടിക്കാതെ ചോദിക്കും എന്തേലും വേണമെങ്കിൽ. ഞാൻ ഹെൽപ്പ് ചെയ്തില്ല പിന്നെ ആരാ ഹെൽപ്പ് ചെയ്യുന്നേ? നമ്മുടെ കാര്യങ്ങളൊക്കെ ഉടനെ സെറ്റ് ആവും. പൈസക്ക് ആവശ്യം എത്ര രൂപ ഉണ്ടാവും മറിക്കാൻ? വാസണ്ണ പറ എത്ര വേണം? എന്നാലും ഒരു ആവറേജ് എത്ര രൂപ ഉണ്ടാവും? ഒരു 20 CR മതിയോ? 20 CR കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും നടക്കില്ല. ഇല്ല വേണ്ട കുഴപ്പമില്ല. എന്നാലും അയ്യോ അങ്ങനെ പറയല്ലേ. ഇല്ല കുഴപ്പമില്ല. ഇല്ല അതെ കുട്ടിയുടെ കയ്യിന്ന് പൈസ അടിക്കുന്ന ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞു. അത് ഞാൻ കടമായി തരരുത്, എന്റെ പൈസ അല്ല നമ്മുടെ പൈസയാണ് വാസണ്ണ. ഇല്ല വേണ്ട പൈസ വേണ്ട. ഓൾ ഗുഡാണ് എല്ലാം സെറ്റായി. എന്തൊരു ആവശ്യം ഉണ്ടോ എന്നോട് ചോദിക്കണം കേട്ടോ, ഞാൻ അന്യൊന്നും അല്ല. ഉറപ്പായിട്ട് എന്താ ചോദിക്കാം. നേരത്തെ ഞാൻ വിളിച്ചായിരുന്നു. അയ്യോ എന്റെ ഫോണേ നമ്പർ അപ്ഡേറ്റ് ആയി 3333 തന്നെ ആയേ. ഞാൻ അതിലാ വിളിച്ചേ പക്ഷെ കിട്ടിയില്ല എനിക്ക്. അത് എന്റെ ഫോൺ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പം സിറ്റിയിൽ നിന്ന് ഇറങ്ങി കയറേണ്ടി വരും അത് ഇതാക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ പക്ഷെ അതെന്താന്നറിയോ, ഞാനേ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടീം, നമ്മുടെ പാട്ട് പാടുന്ന ഒരു ടീം ഉണ്ടായിരുന്നു ഇവിടെ. അവര് പോയി. ഇത്ര നേരമായില്ലേ? ശരിയാ 2:10 ഒരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ദിവസം വരുമ്പോ മതി പിന്നെ കാണാൻ സുന്ദരനായിട്ടുണ്ട് കേട്ടോ ഇന്ന്. താങ്ക് യു താര. പിന്നെ ഒരു സാധനം ഞാൻ തന്നട്ടെ. അന്നത്തെ പോലെ കേറി പിടിക്കൊന്നും ചെയ്യല്ലേ. നന്ദി. അപ്പൊ താര എന്നാ ഞാൻ പോയിട്ട് വരാം. അണ്ണാ ഹലോ പെണ്ണ നിങ്ങട്ട് അണ്ണ അറിയാമണ്ണ എനിക്ക് അറിയുമ്പോ ഞാൻ ഉള്ളിസുര അണ്ണ. ഉള്ളിസുരയാ? പറയടാ. കുസുമന്ദാസ് ഉള്ളിസുര കുസുമന്ദാസ്. ഓക്കെ നൈസ് ടു മീറ്റ് യു. അണ്ണനെ അറിയാമോ? ഇല്ല വാ നീ ഇവിടെ മാറിയ. ആ മുച്ചിറി വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്താ ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ച പറയല്ലേ. എന്റെ പേരിൽ ആരെങ്കിലും പൈസ ചോദിക്കുവാ 5 പൈസ കൊടുക്കല്ലേ താര? പറഞ്ഞോ. ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാ ഈ താരയില്ലേ, താരയാണെങ്കില് ഒരു ഡെഡിക്കേഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നുണ്ട്, മ്യൂസിക്കൽ ഇവന്റ്. എനിക്ക് പറഞ്ഞു അവൾ അറിഞ്ഞു. അപ്പം ഞാൻ ഇത് കേട്ടതാ, അവളുടെ കൂടെ വന്നപ്പോ കേട്ടതാ. അവളൊരു ആർക്കു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പാട്ട്. അപ്പൊ മനസ്സിലായല്ലോ അണ്ണൻ ആർക്കാന്ന് മനസ്സിലായല്ലോ അണ്ണ? എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന അവൾ എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ സർപ്രൈസ് ആയിരിക്കും. നീ എന്തിനു വർത്താനം പറയണേ? അത് എന്നെ വിളിച്ച് പറഞ്ഞെന്ന് ഓൾറെഡി. ഇല്ല എന്നെ ഓൾറെഡി വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ അത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. പിന്നെ അവക്ക് അങ്ങോട്ട് എന്തേലും എന്താ കേട്ടില്ല? അവക്ക് അണ്ണനോട് എന്തേലും ഡിങ്കോൾഫ് ഉണ്ടോ? എന്തേലും ചെറുതായിട്ട്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതാരാ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അല്ല എന്തേലും ചെറുതായിട്ട് എന്തേലും ഫീലിങ്സ് അങ്ങനെ എന്തേലും? അങ്ങനൊന്നുമില്ല. ഇപ്പൊ ഗ്യാങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവക്ക് അണ്ണനോട് എന്തൊക്കെ താല്പര്യം ഉണ്ട്. ഇങ്ങോട്ട് വരുന്നേ പറഞ്ഞു അണ്ണ ജസ്റ്റ് ഒന്ന്